നമ്മളിപ്പോൾ നിൽക്കുന്ന ടിബറ്റൻ മാർക്കറ്റിലാട്ടോ. ഊട്ടിത്തെ ഒരു അടിപൊളി മാർക്കറ്റാണ്. ഇവിടെ ഫുള്ള് കണ്ടോ, ഫുള്ള് ക്ലോസ്ഡ് ആണ്. അത്യാവശ്യം വണ്ടികളൊക്കെ വന്നിരിക്കുന്നുണ്ടോ. കേരള കർണാടക പാർക്കിങ്ങിൽ അത്യാവശ്യം വണ്ടികളൊക്കെ വന്നിരിക്കണേ. ഇപ്പം ടിബറ്റൻ മാർക്കറ്റിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് നമ്മളെ ബൊട്ടാണിക്കൽ ഗാർഡൻ ഓപ്പൺ ആണ്. പിന്നെ റോസ് ഗാർഡൻ ഓപ്പൺ ആണ്. അത് രണ്ടും മാത്രമാണ് ഓപ്പൺ ആണെന്ന് പറയാൻ കഴിഞ്ഞത്. ഒരു 2-3 ദിവസത്തിനുള്ളിൽ ഫുള്ള് പാർക്കും കാര്യങ്ങളൊക്കെ ഓപ്പൺ ആവുമെന്നും പറയുന്നുണ്ട്. ഈ ഒരു മാർക്കറ്റിൽ കുറേ ഡിഫറെൻ്റ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ വാങ്ങാൻ കഴിയുമായിരുന്നു. ഫുള്ള് നേപ്പാളീസൊക്കെയാണ് ഇവിടെ സെയിൽസിനുണ്ടാവില്ല. ഒരു വ്യത്യാസമായിട്ടുള്ളൊരു മാർക്കറ്റാണ്. ഫുള്ള് ചുറ്റുഭാഗം ഫുള്ള് ടിബറ്റൻ ഫ്ലാഗൊക്കെ ഇട്ടിട്ട് നല്ല ഒരു രസമുള്ള സ്പോട്ടാണ്. നമുക്ക് ഈ നേരെ ബൊട്ടാണിക്കൽ ഗാർഡൻ്റെ ഉള്ളിലൊന്ന് കയറി നോക്കാം. നമ്മള് നല്ല അടിപൊളി ഒരു കോണൊക്കെ വാങ്ങിയിട്ടുണ്ടോ. ഈ കോണം കടിച്ച് അങ്ങനെ നമുക്ക് നമ്മൾ ബൊട്ടാണിക്കൽ ഗാർഡൻ്റെ ഉള്ളിൽ കയറാം. ഈ പുറത്തുനിന്നുള്ള ഒരു മാർക്കറ്റുകളുണ്ടോ, കുറച്ച് മാർക്കറ്റൊക്കെ തുറന്നിരിക്കണേ. ബാഗുകളൊക്കെ പ്രൈസ് കണ്ടോ, 200, 170 ആ റേഞ്ചുള്ളൂ കേട്ടോ. നമുക്ക് പോയേക്കാം. ഈ ഒരു ബാഗിനൊക്കെ ഉണ്ട്. ഒരു 450 റുപ്യ. വില കമ്മി കേട്ടോ കണ്ടിട്ട്. നമ്മൾ വെറുതെ ഒന്ന് പ്രൈസ് കണ്ടപ്പോൾ നോക്കിയാ കേട്ടോ. ഏകദേശം പ്രൈസൊക്കെ കണ്ടപ്പോൾ വളരെ ചീപ്പ് തോന്നുന്നത്. 400, 500, 500ൻ്റെ ചോടെയാണ് എല്ലാ ബാഗുകളും കാണുന്നത്. നല്ല നല്ല കളക്ഷൻസ് ഉണ്ട് കാണാൻ. ഇവിടുന്ന് ടിക്കറ്റ് എടുക്കേണ്ടത്. മാസ്ക് ഇട്ട് പോവാം. എത്ര ആളുണ്ട്? 2, 3, 4 ആളുകൾക്ക്. അവങ്ങൾക്ക് ടിക്കറ്റ് വേണമോ? അതാണ് ചിന്ന അവർക്ക് 9 ഹാഫ് ടിക്കറ്റാ കൊടുങ്ക. 15 കൊടുങ്ക. നമ്മളെ ടെമ്പറേച്ചറൊക്കെ ചെക്ക് ചെയ്തിട്ട് നമ്മൾ ഉള്ളിൽ കയറ്റിട്ടോ. ഊട്ടിയിലെ എല്ലാ ഫോട്ടോത്തിലും കാണുന്ന ഒരു സീനറി ഇതായിരിക്കും. വാ, ഇവിടെ നിന്നൊരു ഫോട്ടോ എടുത്തോ. ഈ ഒരു സീനറി അധികം എല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഊട്ടീൻ്റെ അധികം ഒരു പിക്കിലും ഈ ഒരു ഭാഗം എന്തായാലും ഉണ്ടായിരുന്നു. അത്യാവശ്യം ആൾക്കാരും തിരക്കൊക്കെ ഉണ്ട് കേട്ടോ. ടൂറിസ്റ്റുകളൊക്കെ അത്യാവശ്യം ഉണ്ട്. ബൊട്ടാണിക്കൽ ഗാർഡൻ തുറക്കാൻ കാരണം അത്യാവശ്യം ഒരുപാട് വലിയൊരു ഏരിയ ആണത്. അത്യാവശ്യം നല്ല ഡിസ്റ്റൻസ് വിട്ട് തന്നെ നടക്കാൻ പറ്റുമല്ലോ. അതുകൊണ്ട് ഈ കാര്യം ഓപ്പൺ ആക്കിയിട്ടുണ്ടാകും. എന്താണ് കുട്ടികളൊക്കെ കൊണ്ടുവന്നുണ്ടല്ലോ. കുട്ടികൾക്ക് ശരിക്കും നല്ല അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ് നമ്മുടെ ഈ ബൊട്ടാണിക്കൽ ഗാർഡൻ.
മിന്നു കടന്നു നോക്കാം. ഇവള് തുടങ്ങാൻ നിൽക്കാനോ കുട്ടികളൊക്കെ ഫുള്ള് പിന്നെ ഇപ്പൊ ആ പരിപാടിയില്ല. ഈ കാണുന്ന ഗ്ലാസ് ഹൗസ് എന്ന് പറഞ്ഞൊരു സംഭവമാണ്. ഇതിനുള്ളിൽ അത്യാവശ്യം നല്ല അടിപൊളിയായിട്ട് വേറെ കുറേ കളക്ഷൻസ് ഉള്ളിൽ കയറി വെക്കാം. എന്താണ് നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കണേ ശരിക്കും സ്വർഗത്തിൻ്റെ ഉള്ളിൽ കൂടെയാണ്. അങ്ങനെ ഇതിന് വർണ്ണിക്കാൻ കഴിയുള്ളൂ. എമ്മാരി പൂക്കളാ. പേപ്പർ ഈ ഒരു ബിൽഡിങ് മൊത്തം ഫുള്ള് ഗ്ലാസും കൊണ്ട് കേട്ടോ ഫുൾ കവർ ചെയ്തിരിക്കണം. ഈ ഒരു വീഡിയോ വർണ്ണിക്കണേക്കാട്ടിലും കൂടുതൽ കാഴ്ചകളായിക്കാരം കേട്ടോ. അമ്മാതിരി കാഴ്ചകളാണ്. ഒരു എപ്പിസോഡ് മൊത്തം ഷൂട്ട് ചെയ്താലും തീരാതെ അത്രത്തോളം ചെടികളുണ്ട്. ഈ ഒരു എൻട്രൻസ് കണ്ടോ, രണ്ട് ഭാഗം ഒരു പുല്ല് കൊണ്ട് അടിപൊളിയായിട്ട് പണിത് വെച്ചിരിക്കണം. പുല്ലല്ല, എന്തോ ഒരു ചെടിയാണ്. ഇതുണ്ടോ, പപ്പി, അങ്ങനെ ഓരോ ഐറ്റംസ് ആയിട്ട് ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. നല്ല രസമുണ്ട് കാണാൻ. വേറൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഉള്ള ചെടികളൊക്കെ സെയിൽസ് ഉണ്ട് കേട്ടോ. അത് വലിയ ഒരു ഉപകാരമാണ്. ചിലപ്പോൾ എന്താ ഇവിടെയാണ് അതിൻ്റെ സെയിൽസ് കൗണ്ട് ഉള്ളത്. ഇവിടെ വരുന്നവർക്ക് ചിലപ്പോൾ ഒരു പക്ഷേ അത് അറിയില്ലേക്കാറും. ഇവിടെ ഉള്ള ഇഷ്ടപ്പെട്ട ചെടികളൊക്കെ നമുക്ക് സെലക്ട് ചെയ്തിട്ട് ഒന്ന് പൈസ കൊടുത്തിട്ട് തന്നെ വാങ്ങാൻ പറ്റും. നമ്മളെ ഇന്ത്യ മാപ്പ് പണിത് വെച്ചിരിക്കുന്നുണ്ടോ, പല ചെടികളൊക്കെ വെച്ചിട്ട്. അങ്ങനെ തമിഴ്നാട് ഇവിടെ, ശ്രീലങ്ക അവിടെ കിടക്കണേ, തമിഴ്നാട്, കേരളം, കർണാടക, അങ്ങനെ കിടക്കുന്നു.
എന്താ സംഭവം കണ്ടോ? മരുഭൂമിയിലൊക്കെ കാണുന്ന ഒരു ചെടികളെ ഒരുപാട് വലിയ കളക്ഷൻ തന്നെ ഉണ്ട്. ഇത് നോക്കി. ആ ഇത് സംഭവം എന്തോ ഒരു ഐലാൻഡിൻ്റെ ബോർഡ് കണ്ടിരുന്നു ഞാൻ. ആ ഒരു സംഭവം കേട്ടോ. ഒരു കുളത്തിന് നടുക്കായിട്ടൊരു ചെറിയ ഐലാൻഡുകളാണ്. അതിലൊരു വലിയ മരം കിടക്കുന്നുണ്ട്. നടന്ന് അവസാനം ഈ ഒരു ഗാർഡൻ്റെ ഏകദേശം ഏറ്റവും ടോപ്പിലെത്തിക്കും. ഇവിടെ വലിയ വലിയ വനങ്ങളെ ഒരു ഉള്ളിൽ കൂടെ പോണ ഒരു ഫീലാണ് ഈ ഒരു ഭാഗത്ത്. ഈ ഭാഗത്ത് തീരെ ആൾക്കാരില്ല, പക്ഷെ ഇവിടെ അടിപൊളിയായിട്ടുണ്ട്. നല്ല സൗണ്ടൊക്കെ ആയിട്ട് ഒരു കിടിലം മരങ്ങളൊക്കെ. ഓരോ മരത്തിൻ്റെ സൈസോ കാണണം. അതെല്ലാം കണ്ടോ? എന്തൊക്കെ മരങ്ങളൊക്കെ കയറാം, നമുക്കൊന്നും അറിയില്ല. ഓരോന്നും എഴുതി വെച്ചിട്ടുണ്ടോ? ഒരു വലിയൊരു യുക്കാലിൻ്റെ മരം. ഞാൻ അതിൻ്റെ വലുപ്പം അതിൻ്റെ നടുക്കുന്നിട്ട് കാണിച്ചു തരാം. ഇതുകൂടി കാണില്ല. വേരിന്റെ ഒരു ഭാഗം മാത്രം പിടിക്കേണ്ടി വരും. വലിയൊരു മരം. ഓരോ മരത്തിൻ്റെ സൈസ് കണ്ടോ? ഞാൻ ഒരുപാട് പ്രാവശ്യം ഗാർഡനിൽ വന്നിരിക്കണം, പക്ഷെ ഗാർഡനിലെ ഏറ്റവും ടോപ്പിൽ വരുന്ന ആദ്യമായിട്ട് കേട്ടോ. നീന് മേലായിട്ട് ഒരു നീലഗിരിയിലെ തോട ട്രൈബ്സ് ഉണ്ട്. തോടാന്ന് പറഞ്ഞിട്ടില്ല, അവരുടെ ഒരു മണ്ട് ഉണ്ടല്ലോ, മണ്ടോ എന്തോന്ന് പറയണോ, അവരോട് വീടേക്കാൻ തോന്നുന്നത്. നമുക്ക് അവിടെ പോയേക്കാം. ഏറ്റവും ടോപ്പിലെന്ന് പറഞ്ഞത് എന്ത് ക്ലീനായിട്ട് കിടക്കണല്ലേ. ഇവിടെ ഈ അടിച്ചുവരി കൂട്ടിയിട്ടിട്ടുണ്ടോ? ഈ വേസ്റ്റും അവർക്കൊരു വരുമാനമാണ്. യുക്കാലിൻ്റെ ഇലകളാണ് അതൊക്കെ. അതൊക്കെ ഇനി ചാക്കിലാക്കിയിട്ട് കൊണ്ടുപോയിട്ട് തൈലത്തിന് യൂസ് ആക്കും. ട്രൈബ്സ് ആണോ? എന്തോടാണ്? മലയാളം അറിയാം? പേരെന്താ? സൂര്യ. നിങ്ങളൊക്കെ ഈ ട്രൈബ്സ് തോടാന്ന് പറഞ്ഞേ? വീട് ഇവിടെ ആയേ? അപ്പോൾ ട്രഡീഷണൽ ആയിട്ടുള്ള വീടൊന്നുമില്ല ഇപ്പോൾ? ഇല്ല, മുൻകാരുന്നത് ഇപ്പം ഇല്ല. അപ്പോൾ ഇത് നിങ്ങളെ എന്താണ്? ടെമ്പിളാ? ആഹാ. അപ്പോൾ ഞാൻ ஒரு வீடியோவில் பார்த்துருக்கேன், அந்த ஒயிட்டில் அது ட்ரெஸ். அது உங்களுக்கு இப்போ போட மாட்டீங்களா? ஃபங்க்ஷன் டைம்ஸ் அப்போ மட்டும்தான் போடுவாங்க. என்ன பண்ணுறீங்க நீங்கள் കോളേജിൽ? എங்கே? കോയിപ്പാലമോ? ഞാനും അങ്ങനെ പഠിച്ചത്. എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ ഞാനും പഠിച്ചത്. முடிச்சிட்டியா? എൻ്റെ ചെയ്തു? ഞാൻ முடிஞ்சு ரொம்ப வருஷம் ஆச்சு. അവരുടെ ഒരു എന്താ ടെമ്പിളാണല്ലോ, പ്രാർത്ഥിക്കുന്ന സ്ഥലമാണല്ലോ. ഞാൻ ഒരുപാട് ട്രൈബ്സിൻ്റെ വീഡിയോ നമ്മളെ നീലഗിരിത്തെ ഏകദേശം ട്രൈബ്സിൻ്റെ വീഡിയോ ഒക്കെ ചെയ്തിരുന്നു. അപ്പോൾ തോടാന്ന് പറഞ്ഞാൽ ഇവരത് മാത്രമേ ചെയ്യാൻ ബാക്കിയുണ്ടായിരുന്നുള്ളൂ. അപ്പം
ഞാൻ ഇങ്ങനെ പ്രതീക്ഷിച്ചിട്ടില്ല, നമുക്കിങ്ങനെ ഓർക്കാണ്ട് കിട്ടിയൊരു അവസരമാണിത്. ഈ ഒരു ബൊട്ടാണിക്കൽ ഗാർഡനിൽ വരുന്നവർക്ക് ആർക്കും ചിലപ്പോൾ ഈ ഒരു സംഭവം അറിയില്ല. കാരണം ഇവരിപ്പോൾ നമ്മൾ പരിചയപ്പെട്ടില്ലേ, അവരൊക്കെ അവരുടെ വീടാണ് ഇപ്പോൾ ഇതൊക്കെ. ഓലൊക്കെ ആകെ മാറി, ഫുൾ ചേഞ്ചായി, നല്ല അടിപൊളി വീടും കാര്യങ്ങളൊക്കെ ആയിട്ട് മൊത്തത്തിൽ മാറി. പിന്നെ അവർ പറഞ്ഞത് ട്രൈബ്സിൻ്റെ ട്രഡീഷണലായിട്ട് ജീവിക്കണവർ ഇപ്പോഴും ഊട്ടിൻ്റെ പല ഭാഗത്തൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത്. നമുക്ക് പറ്റുകയാണെങ്കിൽ ഒരു ദിവസം ഓലക്കൂടെ പോയി കാണണം. മേലെ തോള ട്രൈബ്സിൻ്റെ വീട് കാണാൻ പോയില്ലേ, അവിടെ ഓരോ വീടൊക്കെ മാറി. പക്ഷേ അതിൻ്റെ ഒരു മോഡലില്ലേ, ഇവരൊക്കെ ട്രൈബ്സ് തന്നെ കേട്ടോ, ആ ഒരു ഫാമിലിയിൽപ്പെട്ട ആൾക്കാർ തന്നെയാണ്. അതുപോലെ പറഞ്ഞ് ഇതിൻ്റെ ഉള്ളിലൊന്ന് കയറിക്കൊന്ന് പറഞ്ഞേക്കാം, നമുക്ക് ഇതിൻ്റെ ഉള്ളിലൊന്ന് കയറിയേക്കാം. ഓ അടിപൊളി. ഇത് കണ്ടോ, ഓരോ മുള പോലത്തെ എന്തോ വടികൾ വെച്ചിട്ട് പുറം ഭാഗം പുല്ലുകൊണ്ട് മറച്ച ഒരു വീടാണ് വലുത്. അപ്പോൾ നമ്മളെ ഇന്നത്തെ ഈ ഒരു വീഡിയോ, ബൊട്ടാണിക്കൽ ഗാർഡൻ്റെ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. കാണാത്ത ഒരുപാട് കാര്യങ്ങൾ നമ്മളെ വീഡിയോയിൽ ഇനിയും ഉൾപ്പെടുത്തി നല്ല നല്ല വീഡിയോസ് വരും ദിവസങ്ങളിൽ നമുക്ക് കാണാം. എല്ലാവരും മാക്സിമം നമ്മളൊന്ന് ഷെയറാക്കി സപ്പോർട്ടാക്കുന്നുണ്ട്.